അറിഞ്ഞില്ലേ നിങ്ങള്? അങ്ങനെ രേണു സുധിയുടെ ചീട്ട് വീണ്ടും കീറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സുധിയെ മരിച്ചതിന് ശേഷം വിൽക്കാൻ വേണ്ടി വന്ന ടീമുകളിൽ ഒരാളാണ് ഈ വീണ. അപ്പൊ വിറ്റോണ്ടിരിക്കുന്ന ടീമാണ് രേണു. ചില മുഖംമൂടികൾ കഴിഞ്ഞ് വീണു ഗോപാല. നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. സ്വന്തം മകനെ സുധി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതിന് ഇവൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇവളുടെ തനി സ്വഭാവം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളൊക്കെ വന്നിട്ട് ഈ വീഡിയോയ്ക്കകത്ത് സ്നേഹം ഒഴുക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ, അഭിനയത്തിൽ ഓസ്കാർ കൊടുക്കണം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. കിച്ചുവിനുമായിട്ട് സ്നേഹമായി. കിച്ചുവിനെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ കണ്ടു. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. ഇപ്പോഴാണെങ്കിൽ അമ്മയെന്ന് പോയിട്ട് കുഞ്ഞമ്മയെന്ന് പോലും വിളിക്കത്തില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. പിന്നെ എന്നെക്കാളും ഇപ്പൊ ഇവര് രണ്ടിനാണ് അവർക്കിഷ്ടം. അപ്പനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കിച്ചുവിനെയും സുധിയെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ചെറുക്കനാണ് കുറച്ചു നിന്ന് പറഞ്ഞത് എന്നെ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ കിച്ചു ആണ് എന്റെ ആദ്യ മകൻ, എന്റെ എല്ലാമാണ് അവൻ. ഇങ്ങനെ കിച്ചുവിനെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നു രേണുവിന്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ ശരിക്കും കേട്ടല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. എന്റെ സ്വന്തം മോനാണ്, എന്റെ കിച്ചൂട്ടനാണ്, എന്റെ ഋതപ്പനേക്കാളും എനിക്കിഷ്ടം കിച്ചുവിനാണെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന രേണു പോലും കിച്ചുവിനെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കോട്ടയത്ത് പോയി രേണുവിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയതോടെയാണ് തന്റെ നാശം തുടങ്ങുന്നത് എന്നാണ് കിച്ചു പറയുന്നത്. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. ജോസിനെ കാറ്റുകൊള്ളട്ടെ. ഇതിനുശേഷമാണ് സുധി ആ കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. ആ സമയത്തും ഈ ചെറുക്കൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ തെളിവുകളുമായിട്ട് ആ പെൺ വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്ത അവസ്ഥ തന്നെ ചെറുക്കൻ്റെ ജീവിതം. സീരിയസ്ലി ഒരു തരത്തിലും അയ്യോ അവനെ സമ്മതിക്കണം. ഇവനൊക്കെ ഇത്രയും സർവൈവ് ചെയ്തല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ക്യാഷ് കൊടുത്താൽ എല്ലാം ആവൂ. തന്തയ്ക്ക് തന്തയും സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം. ഇവര് തന്തയും ഇല്ലാതെ അള്ളവും ഇല്ലാത്ത അവസ്ഥ. സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.